നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുഗ്രഹത്താലാണെന്ന് നിയുക്ത ആറ്റുകാൽ ദേവി ക്ഷേത്ര മേൽശാന്തി ഇണ്ടം തുരുത്തിമന വി മുരളീധരൻ നമ്പൂതിരി. 2004 ശബരിമല മേൽശാന്തിയായിരുന്ന വി മുരളീധരൻ നമ്പൂതിരി തിരുവിതാംകൂർ ദേവസ്വത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു. വിരമിച്ച ശേഷം കഴിഞ്ഞ തവണ ആറ്റുകാൽ ദേവി ക്ഷേത്ര മേൽശാന്തി തിരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ചെങ്കിലും ഇക്കുറിയാണ് ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടായതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. 36 പേർ അപേക്ഷിച്ചിരുന്നു. ഇന്റർവ്യൂവിന് ശേഷം നറുക്കിടാനായി 6 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് വി മുരളീധരൻ നമ്പൂതിരി മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2004 താൻ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കാഞ്ഞങ്ങാട് സ്വദേശി വിഷ്ണുദേവൻ നമ്പൂതിരിയിൽ നിന്നാണ് ശബരിമല മേൽശാന്തി സ്ഥാനം ഏറ്റെടുത്തത്. ഇക്കുറി ആറ്റുകാൽ ദേവി ക്ഷേത്ര മേൽശാന്തി സ്ഥാനം ഏറ്റെടുക്കുന്നതും അതേ വിഷ്ണുദേവൻ നമ്പൂതിരിയിൽ നിന്നാണെന്ന് ധന്യതയുണ്ടെന്ന് വി മുരളീധരൻ നമ്പൂതിരി പറയുന്നു. മുൻ ശബരിമല മേൽശാന്തിയായിരുന്ന ജ്യേഷ്ഠൻ വി നീലകണ്ഠൻ നമ്പൂതിരി 7 വർഷക്കാലം ആറ്റുകാൽ ദേവി ക്ഷേത്ര മേൽശാന്തിയായിരുന്നു. അനുജൻ വി ഹരിഹരൻ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയായിരുന്നു. വി മുരളീധരൻ നമ്പൂതിരി കുടുംബക്ഷേത്രമായ ഇണ്ടംതുരുത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പൂജ ചെയ്തു വരികയാണ്. ഇപ്പോൾ 9 വൈക്കത്ത് നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 10 മുതൽ 16 വരെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭജനം വരുന്ന ശേഷം ചിങ്ങം 1 മേൽശാന്തിയായി ചുമതലയേൽക്കും. ആറ്റുകാലം മേശ്വരണം 2004 സന്നിധാനത്ത് മേൽശാന്തിയായിരുന്നു. ശബരിമല മേൽശാന്തിയായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചതിന് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ആറ്റുകാലിൽ അപേക്ഷിച്ചു. 6 പേര് നറുക്കിൽ ഉണ്ടായി, അതിൽ കിട്ടിയില്ല. അപ്പം ഇത്തവണ 2ാമത്തെ പ്രാവശ്യമാണ് അപേക്ഷിച്ചത്. ഇപ്രാവശ്യം 2ാമതെടുത്ത ഇതിൽ 2ാമത്തെ പേരിൽ തന്നെ കിട്ടുകയും ചെയ്തു. അത് വളരെ സന്തോഷമായി. ദേവിയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഇണ്ടംതുരുത്തിലമ്മയുടെയും മിക്കത്തപ്പൻ്റെയൊക്കെ ഒരു എല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് പുറത്തപ്പൻ്റെ എല്ലാ ദേവന്മാരുടെ ഒരു അനുഗ്രഹമായിട്ടത് കണക്കാക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് 7 വർഷം ഏട്ടൻ ആറ്റുകാലിൽ മേൽശാന്തിയായിരുന്നു. അടുപ്പിച്ച് 3 വർഷം 2000 മുതൽ 3 വർഷം അടുപ്പിച്ച് മേൽശാന്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി ആ വർഷമാണ് എനിക്ക് സന്നിധാനത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ഏട്ടനും അവിടെ പങ്കെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഏട്ടന് 4 വർഷം കൂടെ കിട്ടി. അങ്ങനെ ആറ്റുകാലമ്മയുടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായി. ഏട്ടൻ്റെ കൂടെ എനിക്കും ഇതുപോലെ മേൽശാന്തിയാകാൻ പറ്റി. പിന്നെ ഇളയ അനിയനായിരുന്നു കഴിഞ്ഞ വർഷം മാളികപ്പുറത്ത് മേൽശാന്തിയായത്. അപ്പം എന്തായാലും ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഭഗവതി അനുഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ വടക്കുപുറത്ത് പാട്ട് അടുത്ത സമയമാണ്. ദേവി എന്തായാലും നമുക്ക് വൈക്കത്തുനിന്ന് ഭഗവതിയെ പൂജിക്കാൻ തന്നെ ഒരു അവസരം കിട്ടി.